ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് മുതിരപ്പേരിയാണ് കേട്ടോ. മുതിരപ്പേരി ഒരു സ്പെഷ്യൽ രീതിയിലാണ് നമ്മളിന്ന് ഉപ്പേരി ഉണ്ടാക്കാൻ പോകുന്നത്. മുതിര മുളപ്പിച്ചിട്ടാണ് നമ്മൾ ഉപ്പേരി ആക്കാൻ എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഗ്ലാസ് മുതിരയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതാദ്യം നല്ലപോലെ കഴുകി എടുക്കണം കേട്ടോ. ഞാൻ അതിന് വേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ലപോലെ കഴുകി എടുത്തിട്ട് വരാം. അപ്പോൾ അതേ ഞാൻ മുതിര നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ആവശ്യമില്ല, പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു രാത്രി, ഇപ്പോൾ ഇന്ന് രാത്രി ഞാൻ ഇപ്പോൾ ഇത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രാത്രി മൊത്തം ഞാൻ സോക്ക് ചെയ്യാനായിട്ട് വെക്കും കേട്ടോ. എന്നിട്ട് നാളെ കാലത്ത് എടുത്തിട്ട് ഇതിൽ കല്ലൊന്നും ഇല്ലാണ്ട് മുതിര ഇതിൽ നിന്ന് വാരി എടുത്ത് അരിപ്പയിൽ ഇട്ട് വെക്കുക. എന്നിട്ട് നമുക്കത് മുളപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് മുതിര നല്ലപോലെ കഴുകി വെള്ളത്തിലിട്ട് വെക്കുകയാണ്. ഇനി നാളെ കാലത്ത് ഇത് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം ആയിട്ടുണ്ട്. കാലത്ത് ഞാൻ നോക്കിയപ്പോൾ അതേ മുതിര വെള്ളത്തിൽ ഇട്ട് വെച്ചത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഈ മുതിര നല്ലപോലെ കഴുകി അരിപ്പയിൽ ഊറ്റിയിടാം കേട്ടോ. കല്ലില്ലാണ്ട് മുതിര എടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കിയിട്ട് ഇങ്ങനെ മുതിര വാരിയെടുക്കാം. ഇങ്ങനെ എടുക്കുമ്പോൾ അതുപോലെ തന്നെ ഇളക്കുമ്പോഴും നമ്മുടെ കൈവിരൽ പാത്രത്തിന് താഴെ മുട്ടാൻ പാടില്ല കേട്ടോ. എന്നിട്ട് വേണം മുതിര ഇതുപോലെ വാരിയെടുക്കാൻ. അപ്പം ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യാറ്. കല്ലില്ലാണ്ട് മുതിരയും അതുപോലെ തന്നെ പയർ അതൊക്കെ എടുക്കാനായിട്ട് ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യാറ്. നമ്മളിങ്ങനെ വാരിയിട്ട് ലാസ്റ്റ് ആകുമ്പോൾ കുറച്ച് മുതിരയും കല്ലും കൂടിയിട്ട് മിക്സ് ആയിട്ട് താഴെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതിന് നമുക്ക് മുതിര മാത്രം ഇങ്ങനെ പെറുക്കിയിട്ട് ഇടാൻ പറ്റും കേട്ടോ. അങ്ങനെ മുതിര ഇല്ലാതും കല്ലില്ലാതെ ഈ അരിപ്പയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ അരിപ്പയിൽ തന്നെയാണ് ഞാൻ വെള്ളം വാരാനും വെക്കണതും അതുപോലെ തന്നെ മുളപ്പിക്കാനും വെക്കണതും കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് മൂടി വയ്ക്കാം. ഇപ്പോൾ ശനിയാഴ്ച രാത്രിയാണ് നമ്മൾ മുതിര വെള്ളത്തിലിട്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് തിങ്കളാഴ്ച കാലത്തെടുത്ത് ഇത് ഉപ്പേരി ഉണ്ടാക്കാം. അപ്പോഴേക്കും മുതിര എല്ലാം മുള വന്നിട്ടുണ്ടാവും. കണ്ടോ മുതിര എല്ലാം മുളച്ച് വന്നത്? ഞാനിപ്പോൾ ഈ അരിപ്പേര താഴത്തുനിന്ന് കാണിച്ചു തരാം. കണ്ടോ മുള വന്ന് നിൽക്കണ്, എല്ലാ മുതിരയും മുളച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ മുതിര മുളപ്പിച്ചെടുക്കാറുള്ളത്. ഇനി നമുക്ക് ഇത് വേവിക്കാനായിട്ട് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. കുക്കറിൽ ഞാൻ ഈ മുതിര ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. മുതിര നല്ലപോലെ കഴുകിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ മുളപ്പിച്ച മുതിര നമ്മൾ ഉപ്പേരിയൊക്കെ ആക്കുമ്പോൾ നല്ലപോലെ ഉടച്ച് വേവിക്കരുത് കേട്ടോ. ഒരു പാകത്തിന് വേവേ പാടുള്ളൂ. അങ്ങനെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. കണ്ടോ നല്ല പോലെ മുതിര മുള വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാൻ നോക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഇട്ടെടുത്തതിന് ശേഷം നല്ല പോലെ നമുക്ക് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ആ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ മുതിരയുടെ എല്ലാ സൈഡിലേക്ക് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൈ കൊണ്ട് ആദ്യം മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ടോ, കണ്ടോ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണമല്ലോ. കാരണം നമുക്ക് അത്ര മതി വേവിക്കാൻ. ഒരു വിസിലാണ്, കുക്കറിലായതുകൊണ്ട് ഒരു വിസിൽ. പ്രഷർ പോയതിന് ശേഷം തുറന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ മുതിര വേവിക്കാനായിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം മുതിര വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ ഇങ്ങനെ വേവാനേ പാടുള്ളൂ. വെന്തിട്ടുണ്ട്, എന്നാൽ നല്ല പോലെ വെന്ത് കുഴഞ്ഞിട്ടില്ല. ഈ വേവിലാണ് കഴിക്കാൻ ടേസ്റ്റ് കിട്ടുക. പിന്നെ കണ്ടോ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. കണ്ടോ വെള്ളമൊന്നും ഇല്ലല്ലോ, എന്നാൽ അടിയെ പിടിച്ചിട്ടുമില്ല. അപ്പോൾ ആ കുറച്ച് വെള്ളം, ആ ഒരു പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഉള്ളിയും മുളകും മൂപ്പിക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീഞ്ചട്ടി ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ചീഞ്ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടായി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല പോലെ ഇളക്കി കൊടുക്കാം.
അപ്പോൾ വെളുത്തുള്ളി ചുവന്നിലൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ ചതച്ച മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി നല്ലപോലെ വീണ്ടും ഇളക്കി കൊടുക്കാം. മുളക് മൂത്ത് വരുന്ന വരെ നമുക്ക് ഇനി ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ മുളക് പൊടിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി വേവിച്ച് വെച്ചിട്ടുള്ള മുതിര ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പം മുതിര ആയിട്ടുണ്ട് കേട്ടോ. ഞാനതൊരു പാത്രത്തിൽ പഴച്ചത് കാണിച്ചു തരാം. അപ്പം മുതിരപ്പേര് റെഡി ആയിട്ടുണ്ട് കേട്ടോ. മുതിരപ്പേര് ഇങ്ങനെ മുളപ്പിച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.